നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ലീഡേഴ്സ് ഒരുപാട് പേരുണ്ടാവും. അവരെല്ലാം യഥാർത്ഥ ലീഡേഴ്സായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നതിന് പ്രധാനപ്പെട്ട 6 രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലീഡേഴ്സ് സംസാരിക്കുമ്പോൾ നമ്മളത് കേട്ടിരിക്കും. അത് കേട്ടിരിക്കാനുള്ള ഒന്നാമത്തെ രഹസ്യം, ദേ കണക്ട് വിത്ത് ദ ഓഡിയൻസ്. അവർ നേരെ വന്ന് സംസാരിക്കുകയല്ല ചെയ്യുന്നത്. അവരാദ്യം വന്ന് ഓരോ ഓഡിയൻസിൻ്റെയും അത് ആ ആളിന് വേണ്ടിയാണ് സംസാരിക്കുന്ന രീതിയിൽ, ഫീല് ചെയ്യുന്ന രീതിയിൽ അവരോട് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. അത് ചിലപ്പോൾ ഒരു ബോഡി ലാംഗ്വേജ് വഴിയായിരിക്കും, ഒരു നോട്ടം കൊണ്ടായിരിക്കും, ഒരു ചിരി കൊണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു ഐബ്രോ ഫ്ലാഷ് കൊണ്ടായിരിക്കും. ദേ കണക്ട് ടു ദ ഓഡിയൻസ്. അതാണ് അവർ ചെയ്യുന്ന ആദ്യത്തെ കാര്യം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സീക്രട്ട്. അടുത്ത ഒരു രഹസ്യം, ദേ ആർ ഓൾ ഹോണസ്റ്റ്. സത്യസന്ധമായിട്ടാണ് അവർ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നത്. ദേ നെവർ ഫേക്ക്. ഇതുകൊണ്ട് മാത്രമല്ല, ഏതൊരു ലീഡറിൻ്റെയും ഏറ്റവും വലിയ ക്വാളിറ്റി എന്തായിരിക്കണം എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് അവരുടെ ആക്ഷൻസും വേർഡ്സും ഒന്നായിരിക്കണം എന്നുള്ളതാണ്. ഒരു കാര്യം പറയുകയും മറ്റൊരു കാര്യം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാകരുത് ഒരു കാരണവശാലും ലീഡർ. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഒരു കാര്യം, ഒരു ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ ടെൻഷൻ ഉണ്ടെന്ന് അവർ പറയുകയും ചെയ്യും. ഞാനൊരു സത്യസന്ധമായ കാര്യം പറയട്ടെ. ഞാൻ എത്രയോ സ്റ്റേജുകളിൽ ഞാൻ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്, സ്റ്റോറി ടെല്ലിംഗ് നടത്തിയിട്ടുണ്ട്, ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ എത്രയൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റേജിലേക്ക് എത്തിയ ഉടനെ ആ ഒരു മൊമെന്റിൽ നമ്മൾക്കൊരു നമ്മുടെ വയറ്റിലൊരു ബട്ടർഫ്ലൈ എന്ന് പറയില്ല, ഒരു ഫീലിംഗ് നമുക്ക് എപ്പോഴും, ആ ഒരു നെർവസ്നെസ് എപ്പോഴും നമുക്ക് വരാറുണ്ട്. അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ ബി ഓണസ്റ്റ്. നമുക്കിപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരെ, നമുക്കറിയാവുന്ന ആൾക്കാരെ ഒന്ന് കണക്ട് ചെയ്ത് അവരോട് ജസ്റ്റ് ഒരു ഹായ് ഒക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് മാറും. നമ്മൾ നെർവസ് അല്ല എന്ന് ബോധിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇഫ് യു ഫീൽ ലൈക്ക് എ കൈൻഡ് ഓഫ് നെർവസ്നെസ്, ഷോ ഇറ്റ്. അത് അവരോട് പറയുമോ, എനിക്കൊരു ചെറിയ ടെൻഷനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നതുകൊണ്ട് ഒരാൾ നിങ്ങളെക്കുറിച്ച് മറ്റൊന്നും വിചാരിക്കാൻ പോകുന്നില്ല. ബട്ട് വൺ തിങ് ഈസ് ദാറ്റ് ട്രൈ ടു ബി ഓണസ്റ്റ്. നമ്മുടെ പ്രവർത്തികളും വാക്കുകളും എന്നതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്സ് എന്താണെന്നത് പറയാൻ ശ്രമിക്കുക. നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ കേട്ടിരിക്കുന്ന ആൾക്കാരോട് പറയാൻ ശ്രമിക്കുക. സോ ദാറ്റ് ദേ വിൽ ഗെറ്റ് ആൻ ഐഡിയ ഓഫ് ഹൂ യു ആർ. ഡോണ്ട് ഡെലിഗേറ്റ് ടഫ് കമ്മ്യൂണിക്കേഷൻ. ഇതാണ് ലീഡേഴ്സ് ഫോളോ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് സീക്രട്ട്. പലപ്പോഴും നമ്മൾക്ക് പറയാനിരിക്കുന്ന ഒരു കാര്യം, അതൊരു ടഫസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് മറ്റാരെങ്കിലും ഏൽപ്പിക്കുന്ന ഒരു സ്വഭാവം ലീഡേഴ്സ് അല്ലാത്ത, അല്ലെങ്കിൽ മികച്ച ലീഡേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ചില കാര്യങ്ങൾ പറയാൻ മടിയാണ്, ചില കാര്യങ്ങൾ പറയുന്നതിന് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും ഏൽപ്പിക്കും. ഒരു നല്ല ലീഡറാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ആദ്യം പരിശീലിക്കേണ്ടത്, ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത്, ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: ഡോണ്ട് ഡെലിഗേറ്റ് ദാറ്റ് ടഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ഒരു നല്ല രീതിയിലൊരു കാര്യം പറയാനാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് വളരെ ടഫാണ്. ചിലപ്പോൾ നമുക്ക് ഒരാളെ പറഞ്ഞു വിടേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ടീമിനകത്ത് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ടഫ് ഡിസിഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ദേ ആർ ഓൾ ടഫ് കമ്മ്യൂണിക്കേഷൻ. അത് മറ്റൊരാളിലേക്കും ഡെലിഗേറ്റ് ചെയ്യാതിരിക്കുക. ഒരു നല്ല ലീഡറായിട്ട് നമ്മൾ മാറുന്നത് അങ്ങനെയുള്ള ടഫ് കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആയിട്ട് നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് കൺവേ ചെയ്യാനുള്ള കഴിവ് നേടിയെടുക്കുമ്പോഴാണ്. അതിന് ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റോറി ടെല്ലിംഗ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. മുമ്പ് ഒരു മലേഷ്യൻ എയർലൈൻസിൻ്റെ വിമാനം നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. അത് ഇടയിലേക്ക് വെച്ച് മിസ്സായിപ്പോൾ. എവിടെ വെച്ചിട്ട് റഡാറിൽ നിന്ന് മിസ്സാവുകയാണ് ചെയ്തത്. അത് കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരും, അതൊരു രാജ്യത്തിൻ്റെ എത്രയോ ആൾക്കാർ ചേർന്ന്, അതായത് പല ടീം, നേവി, എയർഫോഴ്സ്, ആർമി, പലരും, ഒരുപാട് ഏജൻസീസ് ചേർന്നിട്ട് ശ്രമിച്ചിട്ടും അതിൻ്റെ ഒരു തുമ്പ് പോലും കിട്ടിയില്ല. അങ്ങനെ കുറേ നാൾക്ക് ശേഷം, അതായത് എത്രയോ വലിയൊരു തുകയാണ് ആ സെർച്ചിന് വേണ്ടിയിട്ട്, ലോകത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ തുക ചെലവാക്കിയ ഒരു സെർച്ചായിട്ടാണ് ഈ ഒരു മലേഷ്യൻ എയർലൈൻസിൻ്റെ മിസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെർച്ചിന് പറയുന്നത്. അങ്ങനെ ഇതിൻ്റെ ഒരു ദിവസം ഈ സെർച്ച് സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ വളരെ ടഫായിട്ടുള്ളൊരു ഡിസിഷനാണ്. കാരണം അവരുടെ ബന്ധുക്കളുണ്ട്, അവരുടെ ബന്ധുക്കൾ ഇപ്പോഴും അന്വേഷിക്കണം അവരുടെ ഉറ്റവരുടെ ബോഡിയുടെ പാർട്ടെങ്കിലും കിട്ടുമോ, അല്ലെങ്കിൽ ഉറ്റവരുടെ ഭൗതിക അവശിഷ്ടം കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ച് ഒരുപാട് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ഒരു പിടിയില്ല, അട്ടിമറിയാവണമെന്ന് പോലും സംശയമാണ്. ആ സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ വന്ന് പറഞ്ഞൊരു കാര്യമാണ്: ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സെർച്ച് എ നീഡിൽ ഇൻ എ ഹെയ്സ്റ്റേക്ക്. വാട്ട് ഇഫ് യു ഡോണ്ട് നോ വെയർ ദ ഹെയ്സ്റ്റേക്ക് ഈസ്? ഒരു വൈക്കോൽ കൂനയിൽ നിന്ന് ഒരു സൂചി കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈക്കോൽ കൂന തന്നെ എവിടെയാണെന്ന് അറിയില്ലെങ്കിലോ? ഇത്രയും മനോഹരമായിട്ടൊരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് ഒരു വലിയ പ്രശ്നത്തിനെ, ഒരു വലിയ ടഫായിട്ടൊരു കാര്യത്തിനെ ആൾക്കാരിലേക്ക് അറിയിക്കാൻ ഹി വാസ് ഏബിൾ ടു കൺവേ. അങ്ങനെയുള്ളൊരു സ്കിൽ ഒരു ലീഡർ എന്ന രീതിയിൽ നിങ്ങൾ സ്വായത്തമാക്കേണ്ടതാണ്. ലിസൺ. ഒരു നല്ല ലീഡറായി മാറുന്നത് ഒരുപാട് നന്നായിട്ട് സംസാരിക്കുമ്പോഴും ഒരുപാട് നല്ല കഥകൾ പറയുമ്പോഴും അല്ല, പകരം ഏറ്റവും നല്ല ലിസണർ ആകുമ്പോഴാണ്. നമ്മളുടെ ടീം മെമ്പേഴ്സ് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ അവരിൽ നിന്ന് വരുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ പോലും
ലിസൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു നല്ല ലീഡറിനുണ്ടാവണം. നമ്മൾ സംസാരിച്ച് പോകുന്ന സമയത്ത് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആണോ, അവർക്ക് ബോറടിക്കുന്നുണ്ടോ, അവർ നമ്മളിൽ നിന്ന് വേറെ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ, അവരുടെ സന്തോഷത്തോടെയാണോ ഇരിക്കുന്നത്, അവർക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയും വെൻ യു ലിസൺ കെയർഫുള്ളി. പ്രത്യേകിച്ച് ടീച്ചേഴ്സിന് ഇത് നന്നായിട്ട് അറിയാൻ പറ്റും. അവരുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആ കുട്ടിയോട് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ഒരു ടീച്ചറിന്. അവർ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കും ഒരു കുട്ടി ശ്രദ്ധിച്ചാണോ ഇരിക്കുന്നത്, ആ കുട്ടിക്ക് അത് കണക്റ്റായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അത്തരത്തിലുള്ള കഴിവ് നമ്മളും നേടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. നോൺ വെർബലായിട്ട് നമ്മൾക്ക് കൃത്യമായിട്ട് ചിലർ നമ്മുടെ അടുത്ത് പറയും, എനിക്കിത് ഇന്നൊരു കാര്യം എനിക്ക് സംശയമുണ്ട് സാർ എന്ന് പറയും, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ കാര്യം കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞു തരാമോ മാഡം എന്ന് ചോദിക്കും. ഇതൊന്നും അല്ലാത്ത ചില ടീം മെമ്പേഴ്സ് ഉണ്ട്. അവരുടെ നോൺ വെർബൽ ആക്ഷൻസിൽ നിന്ന്, അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന്, അവരുടെ ഒരു നോട്ടത്തിൽ നിന്ന് അവർക്ക് കാര്യങ്ങൾ നന്നായിട്ട് ഗ്രഹിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയും വെൻ യു ആർ എ വെരി ഗുഡ് ലിസണർ. അതുകൊണ്ട് നന്നായിട്ട് ലിസണിങ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. വെൻ യു ആസ്ക് എ റൈറ്റ് ക്വസ്റ്റ്യൻ, പീപ്പിൾ വിൽ ടെൽ ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് ദെൻ യു ക്യാൻ ലിസൺ. മികച്ച ലീഡേഴ്സ് ഒരിക്കലും കാര്യങ്ങളെ കോംപ്ലക്സ് ആക്കാറില്ല. അവർ ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിലും വളരെ ക്ലിയർ ആയിട്ടുമായിരിക്കും സംസാരിക്കുന്നത്. So, if you want to be a good leader and if you want to be a good communicator, be clear. വളരെ സിമ്പിളും ക്ലിയറുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു ക്ലാരിറ്റി നമ്മളെ കേൾക്കുന്നവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഒരു ബെസ്റ്റ് ലീഡറായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും. പൊതുവെ നന്നായിട്ട് സംസാരിക്കുന്ന ലീഡേഴ്സിൻ്റെ അവർ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റുണ്ട്. നോ CTA, നോ കോൾ ടു ആക്ഷൻ. നമ്മളൊരു കാര്യം നമ്മുടെ ഓഡിയൻസോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസാനം ആൻ ആക്ഷൻ ഷുഡ് ബി ടേക്കൻ. അത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. അതൊരു ലീഡറിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. പുതുതായിട്ട് എന്തെങ്കിലും കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അതിൻ്റെ ആയിരിക്കും, ഇറ്റ് മേ ബി എ ടൈനി സ്റ്റെപ്പ് ടു ടേക്ക്. പക്ഷേ ആ ഒരു ആക്ഷൻ എന്താണോ അത് വളരെ ക്ലിയർ ആയിട്ട് പറയുകയും നമ്മൾ പറയുന്നൊരു കാര്യം ചെയ്യുമ്പോൾ അവർക്കത് ചെയ്യാൻ തോന്നുകയും വേണം. അത് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിക്, നമ്മുടെ ഈ സ്പീച്ച്, നമ്മുടെ എൻ്റയർ സെഷൻ യൂസ്ലെസ് ആണ്. സോ ഓൾവേസ് റിമെമ്പർ അബൌട്ട് ദി CTA. അത് എന്ത് ആഹ്വാനം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ വളരെ ബോധപൂർവം ആ സ്പീച്ചിൻ്റെ അവസാനം എന്താണോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്, എന്താണോ അവർ ചെയ്യേണ്ടത്, ആ ആക്ഷനെ കുറിച്ച് ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ടാകണം. അങ്ങനെ പറയാൻ കഴിയുന്ന ഒരാളിന് മാത്രമേ മികച്ച ലീഡറാകാനായിട്ട് കഴിയുള്ളൂ. ഞാനീ പറഞ്ഞ 6 കാര്യങ്ങളും നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ലീഡേഴ്സിനെ ഏതൊരാളിനെ എടുത്തു കഴിഞ്ഞാലും അവരെല്ലാവരും കോമൺ ആയിട്ട് ഫോളോ ചെയ്തേക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി പുതുതായിട്ടൊരു കാര്യം കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും സക്സസ്ഫുൾ ആയ ലീഡേഴ്സ് ഫോളോ ചെയ്തൊരു വഴിയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനത്തെ ഒരു മികച്ച ലീഡർ ആകണം എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ നമുക്ക് സ്റ്റോറി ടെല്ലിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നിടത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചോദിക്കുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. കാരണം വി ഹാവ് ടു കളക്ട് ദ ഡോട്ട്സ് ആൻഡ് കണക്ട് ദ ഡോട്ട്സ്. ദാറ്റ് ഈസ് റിയൽ കമ്മ്യൂണിക്കേഷൻ.